വെൽക്കം ടു ഇൻസ്പയർഡ് PSC. 2024 നടന്ന 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് ഇന്നത്തെ ടോപ്പിക്. സിനിമാ ലോകത്തെ തന്നെ പ്രസിദ്ധവും പ്രൗഢിയാർന്നതുമായ ഒരു ഇവന്റ് ആണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. 77ാമത്തെ പതിപ്പാണ് മെയ് 14 മുതൽ മെയ് 25 വരെ ഫ്രാൻസിലെ കാനിൽ വെച്ച് നടന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവൽ മുൻപ് അറിയപ്പെട്ടിരുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നാണ്. 1946 ഇത് സ്ഥാപിതമായത്. ലോകമെമ്പാടുമുള്ള സിനിമകൾ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. വർഷം തോറും മെയ് മാസത്തിലാണ് ഇത് നടക്കുന്നത്. ഫ്രാൻസിലെ പാലസ് ഡെസ് ഫെസ്റ്റിവൽ അറ്റ് ഡെസ് കോൺഗ്രസിൽ വെച്ച് നടക്കുന്നു. മത്സര വിഭാഗത്തിലെ പ്രധാന പുരസ്കാരങ്ങൾ നോക്കാം. മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന സിനിമകൾ ജൂറിക്ക് മുൻപാകെയാണ് പ്രദർശിപ്പിക്കുന്നത്. അതിൽ പാം ഡിയോർ, ഗ്രാൻഡ് പ്രിക്സ്, ജൂറി പ്രിക്സ് തുടങ്ങി വിവിധ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. 2024 പാം ഡിയോർ പുരസ്കാരം അല്ലെങ്കിൽ ഗോൾഡൻ പാം പുരസ്കാരം ലഭിച്ച സിനിമയാണ് അനോറ. അനോറ സംവിധാനം ചെയ്തിരിക്കുന്നത് സീൻ ബേക്കർ ആണ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനമാണ് പാം ഡിയോർ. ഇത് 1946 ആരംഭിക്കുന്നതെങ്കിലും 55 മുതലാണ് പാം ഡിയോർ നൽകി തുടങ്ങിയത്. 1954 വരെ മേളയിലെ ഏറ്റവും ഉയർന്ന സമ്മാനമായിരുന്നു ഗ്രാൻഡ് പ്രിക്സ് ഡു ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ഡു ഫിലിം. കാനിലെ ഏറ്റവും ഉയർന്ന സമ്മാനമായ പാം ഡിയോറിന്റെ മുൻപത്തെ പേരാണ് ഈ ഗ്രാൻഡ് പ്രിക്സ് ഡു ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ഡ്യൂ ഫിലിം. പാം ഡിയോർ നേടിയ ഒരു സിനിമയ്ക്ക് മികച്ച നടൻ, നടി, തിരക്കഥ വിഭാഗത്തില് മറ്റു പുരസ്കാരങ്ങളൊന്നും നൽകില്ല. കാരണം എല്ലാ വിഭാഗങ്ങളിലെ ഒരു ഉയർന്ന സമ്മാനമായിട്ടാണ് ഗോൾഡൻ പാം പുരസ്കാരത്തെ കണക്കാക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഈ വർഷത്തെ 2024 ഗോൾഡൻ പാം പുരസ്കാരം ലഭിച്ച സിനിമയാണ് അനോറ. സംവിധാനം ചെയ്തിരിക്കുന്നത് സീൻ ബേക്കർ. 1946 ആദ്യ കാൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ നേടിയത് ചേതൻ ആനന്ദ് സംവിധാനം ചെയ്ത നീച്ച നഗറാണ്. പാം ഡിയോർ പുരസ്കാരം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹയസ്റ്റ് പുരസ്കാരമാണ് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം. സെക്കൻഡ് ഹയസ്റ്റ് ആണ് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം. ഈ പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ മത്സരിക്കുന്ന ഫീച്ചർ ഫിലിമുകളിൽ ജൂറി നൽകുന്ന അവാർഡാണ് ഗ്രാൻഡ് പ്രിക്സ്. ഗ്രാൻഡ് പ്രിക്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമയാണ് ഏത്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം ചെയ്തത് പായൽ കപാഡിയ. അഭിനേതാക്കൾ മലയാളികളായ കനി കുസൃതിയും ദിവ്യ പ്രഭയാണ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ സംവിധായികയാണ് പായൽ കപാഡിയ. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചൊരു ഇന്ത്യൻ സിനിമ കൂടിയായിരുന്നു ഏത്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 1994 ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത മലയാള ചിത്രമായ സ്വാഹമാണ് ഇതിനു മുൻപ് ഇന്ത്യയിൽ നിന്നും കാൻ ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിലേക്ക് യോഗ്യത നേടിയ ചിത്രം. അതുപോലെ പാം ഡിയോർ പുരസ്കാരം നേടിയ ഒരേ ഒരു ഇന്ത്യൻ സിനിമയാണ് നീച്ച നഗർ. നേരത്തെ പറഞ്ഞു, നീച്ച നഗർ പാം ഡിയോർ പുരസ്കാരം നേടിയ ഒരേ ഒരു ഇന്ത്യൻ സിനിമയാണ്. അതുപോലെ പായൽ കപാഡിയ സംവിധാനം ചെയ്ത എ നൈറ്റ് നോയിങ് നത്തിങ് എന്ന ചിത്രത്തിന് 2021 കാൻ ചലച്ചിത്ര ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയിരുന്നു. കാൻ ചലച്ചിത്രമേളയിലെ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മിഖേൽ ഗോമസ്. മിഖേൽ ഗോമസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗ്രാൻഡ് ടൂർ. മെക്സിക്കൻ ക്രൈം സിനിമയായ എമിലിയ പെരസിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഡ്രിയാന പാസ്, സെലീന ഗോമസ്, കാർല സോഫിയ ഗാസ്കോൻ എന്നിവർ മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. കാനിൽ പുരസ്കാരം നേടുന്ന ആദ്യ ട്രാൻസ് വ്യക്തിയാണ് ആര്? കാർല സോഫിയ ഗാസ്കോൻ. ഓർത്തുവെക്കുക, മികച്ച നടിക്കുള്ള ആദ്യ പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ് വ്യക്തിയാണ് ആര്? കാർല സോഫിയ ഗാസ്കോൻ. കൈൻഡ് ഓഫ് കൈൻഡ്നെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ജെസ്സെ പ്ലമൻസിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ജെസ്സെ പ്ലമൻസ്. അതുപോലെ ഓണററി പാം ഡിയോർ പുരസ്കാരമുണ്ട്. അത് 3 പേരല്ല, 2 വ്യക്തികളും ഒരു ഓർഗനൈസേഷനുമാണ് ലഭിച്ചത്. ജോർജ് ലൂക്കാസും മെറിൽ സ്ട്രീപ്പുമാണ്. മെറിൽ സ്ട്രീപ്പ് നടിയാണ്. ജോർജ് ലൂക്കാസും മെറിൽ സ്ട്രീപ്പിനുമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ സ്റ്റുഡിയോ ഗിബ്ലി എന്ന് പറയുന്നത് ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോ ആണ്. ടോക്കിയോ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോ ഗിബ്ലി. ഇതിനും ഹോണററി പാം ഡിയോർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ താരമാണ് അനസൂയ സെൻഗുപ്ത. ചിത്രം ഷെയിംലെസ് ആണ്. ഓർത്തുവെക്കുക, അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ താരമാണ് അനസൂയ സെൻഗുപ്ത. ഛായാഗ്രഹണത്തിന് നൽകുന്ന പിയർ ആൻജിനോ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി പുരസ്കാരം ലഭിച്ച സിനിമാറ്റോഗ്രാഫറാണ് സന്തോഷ് ശിവൻ.
ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ്. അതുപോലെ നടി പ്രീതി സിൻഡയാണ് പുരസ്കാരം സമ്മാനിച്ചത്. അമൂൽ ക്ഷീര സഹകരണ പ്രസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് ശ്യാം ബനഗൽ സംവിധാനം ചെയ്ത മന്ദൻ എന്ന സിനിമ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. മന്ദൻ ഓർത്തുവെക്കുക. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്യാം ബനഗലാണ്. മികച്ച ഹ്രസ്വ ചിത്രത്തിനുള്ള ലാസിനിഫ് അവാർഡ് ലഭിച്ചത് സൺഫ്ലവേഴ്സ് വേർ ദ ഫസ്റ്റ് വൺസ് ടു നോ. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ചിദാനന്ദ നായകാണ്. കന്നഡ നാടോടിക്കഥ പ്രമേയമാക്കിയുള്ള ഒരു 16 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണിത്. കോഴിയെ മോഷ്ടിക്കുന്ന വൃദ്ധയും പിന്നീട് ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഹ്രസ്വ ചിത്രത്തിന് ബേസ് ആയിട്ടുള്ളത്. അതുപോലെ ലാസിനിഫ് കാറ്റഗറിയിൽ 3rd പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരിയാണ് മാൻസി മഹേശ്വരി. മാൻസി മഹേശ്വരിയുടെ ബണ്ണിഹുഡിനാണ് മികച്ച ആനിമേഷൻ. ബണ്ണിഹുഡ് ഒരു ആനിമേഷൻ ചിത്രമാണ്. 3rd പ്രൈസ് ആണ് ലഭിച്ചിരിക്കുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ സിനിമയ്ക്കൊപ്പം ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരവും പാചക രീതികളും കരകൗശല വസ്തുക്കളും ആഘോഷിക്കുന്നതിനായിട്ട് ആദ്യമായി ഭാരത് പർവ് സംഘടിപ്പിച്ചു. അപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സംസ്കാരം, പാചക രീതി പ്രദർശിപ്പിക്കുന്ന കേന്ദ്ര ടൂറിസം മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലാണ് എന്ത്, ഭാരത് പർവ്. അതുപോലെ ഗോവയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ 55ാമത്തെ പതിപ്പിന്റെ പോസ്റ്ററുകളും കാൻ ഫിലിം ഫെസ്റ്റിവൽ വെച്ചായിരുന്നു പ്രകാശനം ചെയ്തത്. അടുത്തത് നമുക്ക് 2023 കാൻ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡാണ്. പാംഡിയോർ പുരസ്കാരം അനാട്ടമി ഓഫ് ഫോളിനാണ് ലഭിച്ചത്. ഫ്രഞ്ച് ഫിലിമാണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ ട്രൈറ്റ് ആണ്. അനാട്ടമി ഓഫ് ഫോൾ പാംഡിയോർ പുരസ്കാരം ലഭിച്ചു. അതുപോലെ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് 2023 ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്, ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജൊനാഥൻ ഗ്ലേസർ. ഓണററി പാംഡിയോർ പുരസ്കാരം ലഭിച്ച വ്യക്തികളാണ് മൈക്കൽ ഡഗ്ലസും ഹാരിസൺ ഫോർഡും. ഇതിൽ മൈക്കൽ ഡഗ്ലസ് നിങ്ങൾക്കറിയാം, നമ്മുടെ 54ാമത് ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡായ സത്യജിത് റേ പുരസ്കാരം ലഭിച്ചത് മൈക്കൽ ഡഗ്ലസിനായിരുന്നു. അപ്പം കാൻ ഫിലിം ഫെസ്റ്റിവൽ 2023 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മൈക്കൽ ഡഗ്ലസിനും ഹാരിസൺ ഫോർഡിനുമാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്, ഓണററി പാംഡിയോർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 കാൻ ചലച്ചിത്രമേളയിൽ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ മത്സരിച്ചൊരു മലയാള ചിത്രമായിരുന്നു കൈമിറ. കൈമിറ സംവിധാനം ചെയ്തിരിക്കുന്നത് ഐശ്വര്യ തങ്കച്ചനാണ്. ഓർത്തുവെക്കുക. 1999 മുരളി നായർ സംവിധാനം ചെയ്ത മരണസിംഹാസനം, ഇതിന് ക്യാമറ ഡി ഓർ അല്ലെങ്കിൽ ഗോൾഡൻ ക്യാമറ ലഭിച്ച ആദ്യ മലയാള സിനിമയാണ് ഏത്, മരണസിംഹാസനം. മുരളി നായർ സംവിധാനം ചെയ്ത മരണസിംഹാസനമാണ് ആദ്യമായിട്ട് ഗോൾഡൻ ക്യാമറ ലഭിക്കുന്ന മലയാളം സിനിമ. 1956 സത്യജിത് റേയുടെ പതേർ പാഞ്ചാലിക്ക് മികച്ച ഹ്യൂമൻ ഡോക്യുമെന്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 66ാമത്തെ കാനിൽ ഇന്ത്യയായിരുന്നു ഒഫീഷ്യൽ ഗസ്റ്റായ രാജ്യം. അതും കൂടെ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കാം. 1988 മീര നായരുടെ ഓസ്കാർ നോമിനേറ്റഡ് ചിത്രമായ സലാം ബോംബെ, അതിന് ഗോൾഡൻ ക്യാമറ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ക്യാമറ ഡി ഓർ പുരസ്കാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോയിലെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ.